ചെകളം വാസന്തി പെട്ടെന്ന് സത്യഭാമയുടെ മുടിയിൽ കൊത്തിപ്പിടിച്ചു. അവർക്ക് തൻ്റെ മുടിനാരുകൾ പറഞ്ഞു പോകുന്നത് പോലെ വേദന തോന്നി. എന്തോടി, നിനക്ക് മുട്ട വേണോന്ന്? അയ്യോ വേണ്ടായേ, എല്ലാ മുട്ടയും എടുത്തു, എന്നെ ഒന്ന് വെറുതെ വിട്ടാൽ മതിയായേ, സത്യഭാമ നിലവിളിച്ചു. മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ജീവിച്ചോണം കേട്ടോടി. അതിനും സത്യഭാമ ദയനീയമായി ഞരങ്ങി. അപ്പോഴാണ് ഒരു വനിതാ പോലീസ് കോൺസ്റ്റബിൾ അവിടേക്ക് വന്നത്. എന്താടി ഇവിടെ ബഹളം? അത് കണ്ട് സത്യഭാമയ്ക്ക് ഒരു സമാധാനം തോന്നി. ഇവരോട് പരാതി പറയാം, അങ്ങനെ തൻ്റെ മെക്കിട്ട് കയറിയ വാസന്തിക്ക് തല്ലി കിട്ടട്ടെ. ആഹാ, തൻ്റെ അടുത്താണോ കളി? സാറേ, ഇവരെൻ്റെ മുട്ട രണ്ടും എടുത്തു, എനിക്കൊന്നും തന്നില്ല. ഒരാവശ്യമില്ലാതെ എന്നെ കുറേ അടിച്ചു, തലമുടിക്ക് കുത്തിപ്പിടിച്ചു. ഇവയ്ക്കിട്ട് 2 കൊടുക്ക് സാറേ. പോലീസ് കോൺസ്റ്റബിൾ ചെകളം വാസന്തിയെ നോക്കി. വാസന്തിയുടെ കണ്ണുകൾ വല്ലാതെ കുറുകിയിരുന്നു. അവർ സത്യഭാമയെ തുറിച്ചു നോക്കി. എന്താ വാസന്തി ഇത്? കുറച്ചുകൂടി മാന്യമായിട്ടൊക്കെ പെരുമാറാൻ നോക്ക്, ബഹളമുണ്ടാക്കരുത് കേട്ടോ, ആ വനിതാ കോൺസ്റ്റബിൾ പറഞ്ഞു. ദേ സാറ്, ഇതെൻ്റെ ഡിപ്പാർട്ട്മെൻറ്റാണ്, ചുമ്മാ നമ്മൾ തമ്മിൽ ഇടയുന്നത് എന്തിനാ? വനിതാ കോൺസ്റ്റബിൾ പെട്ടെന്ന് നിശബ്ദയായി. അവരൊന്നും മിണ്ടാതെ പോവുകയും ചെയ്തു. സത്യഭാമ അമ്പരന്ന് പോയി. താൻ പരാതി പറയുമ്പോൾ ചെകളം വാസന്തിയെ അവരിടിക്കുമെന്ന് ശിക്ഷിക്കുമെന്നും സത്യഭാമ പ്രതീക്ഷിച്ചിരുന്നു. തിരിഞ്ഞുപോ വാസന്തി ക്രൂരമായി സത്യഭാമയെ നോക്കി നിൽക്കുകയായിരുന്നു. സത്യഭാമ വേഗം പ്ലേറ്റുമായി അവിടെ നിന്ന് ഓടാൻ ഭാവിച്ചു. പക്ഷേ ഒറ്റ കുതിപ്പിന് വാസന്തി വീണ്ടും സത്യഭാമയുടെ മുടിക്ക് കുത്തിപ്പിടിച്ചു. പിന്നെ കരണകുറ്റി നോക്കി നല്ല ശക്തിയിൽ പൊട്ടിച്ചു. അയ്യോ, എന്നെ കൊല്ലുന്നേ! സത്യഭാമ കിടന്നലറിയിട്ടും ആരും അങ്ങോട്ട് വന്നില്ല. എല്ലാവർക്കും വാസന്തിയെ ഭയമായിരുന്നു. പോലീസുകാർ പോലും തിരിഞ്ഞു നോക്കിയില്ല. ഈ ചെകളം വാസന്തിയെ ഒറ്റിക്കൊടുക്കാറായോടി നീ? പോലീസുകാർക്ക് പോലും പേടിയാടി എന്നെ. അപ്പോഴാണ് നിന്നെ പോലുള്ളൊരു ചൂലെന്നെ ഭരിക്കാൻ വരുന്നത്. പിന്നെ ഒരു മുഴുത്ത തെറി വാസന്തി സത്യഭാമയെ പറഞ്ഞു. സത്യഭാമ ആകെ മരവിച്ചു പോയി. മോപ്പ് പറയടി എന്നോട്, എന്നിട്ട് നീ ചോറ് കഴിച്ചാൽ മതി, അല്ലെങ്കിൽ നീ മൊത്തം പട്ടിണിയായിരിക്കും. ഇന്ന് മാത്രമല്ല, ഇനി അങ്ങോട്ടുള്ള എല്ലാ ദിവസങ്ങളിലും. സത്യഭാമ വെള്ളം ഇറക്കി. മാപ്പ് പറയാൻ പറഞ്ഞിട്ട് നോക്കി നിൽക്കുവാണോടി? വീണ്ടും വാസന്തി അവർക്ക് നേരെ ചാടി. അവർ കൈ ഉയർത്താൻ തുടങ്ങിയതും സത്യഭാമ കൈകൂപ്പി പിടിച്ചു. അയ്യോ മാപ്പ്, ഇനി ഇങ്ങനെ ഉണ്ടാവില്ല വാസന്തി. കാല് പിടിച്ച് മാപ്പ് പറയടി. സത്യഭാമ തറഞ്ഞു നിന്നുപോയി. എന്താടി നോക്കി നിൽക്കുന്നത്? കാല് പിടിക്കാൻ പറഞ്ഞത് കേട്ടില്ലടി നീ? ഇനിയും വേണോ നിനക്ക് തല്ല്? വേണ്ട, ഞാൻ പറയാം. സത്യഭാമ താഴേക്ക് കുനിഞ്ഞു വാസന്തിയുടെ കാലിൽ പിടിച്ചു. അവർക്ക് വല്ലാതെ കരച്ചിൽ വരുന്നുണ്ടായിരുന്നു. വാസന്തി പോയതും കുറേ നേരം സത്യഭാമ വിഷമിച്ചിരുന്നു. പിന്നെ അവിടെ ഒരു മൂലയിൽ പോയി കയ്യിലുള്ള ചോറ് വാരി തിന്നാൻ തുടങ്ങി. വെറും മുട്ടയുടെ ചാറും കൂട്ടി ആ ചോറ് കഴിക്കുമ്പോൾ അവർ തൻ്റെ നല്ല കാലങ്ങൾ ഓർത്തു. സത്യം പറഞ്ഞ നിദ്രയ്ക്ക് 10-11 വയസ്സായതിനാൽ പിന്നെ താൻ ഒരു ഇല പോലും കുനിഞ്ഞെടുത്തിട്ടില്ല. എല്ലാ പണികളും അവളെ കൊണ്ട് ചെയ്യിപ്പിക്കുമായിരുന്നു. തൻ്റെയും ശരണ്യയുടെയും കാലുവരെ താൻ അവളെ കൊണ്ട് തിരുമിച്ചിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെയൊരവസ്ഥ താൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചതല്ല. എന്തുമാത്രം സുഖിച്ചാണ് താൻ ആ വീട്ടിൽ ജീവിച്ചിരുന്നത്. ശരണ്യ തന്നെ ചതിച്ചുകൊണ്ടാണ് തനിക്കിപ്പോൾ ഇങ്ങനെ ഒരു ഗതി വന്നത്. ഇനി ഇവിടെ നിന്ന് തനിക്കൊരു രക്ഷപ്പെടൽ ഉണ്ടാകുമോ? ഓരോന്നോർക്ക് സത്യഭാമയ്ക്ക് തലപെരുത്തു. നിങ്ങളല്ലാതെ ആ ചെകളം വാസന്തിയോട് ഇടയാൻ പോകുമോ? മണ്ണ് കിളക്കുന്നതിനിടയ്ക്ക് അടുത്തുനിന്ന് സുശീല സത്യഭാമയോട് ചോദിച്ചു. അവർ അത്ര ഭയങ്കരിയാണോ? പിന്നെ ഇല്ലേ, 2 കൊലക്കേസിലെ പ്രതിയാ. അവരോട് ആരും അധികം ഇടയാൻ നിൽക്കാറില്ല. ഇവിടുത്തെ പോലീസുകാർക്ക് പോലും അവരെ പേടിയാ. എങ്ങാനും കത്തിയെടുത്ത് കുത്തിയാലോ? കാണുമ്പോൾ ഒരു മാപ്പ് പറഞ്ഞേക്ക്. ഞാനൊരു പ്രാവശ്യം മാപ്പ് പറഞ്ഞതാ, സത്യഭാമ ഭയത്തോടെ പറഞ്ഞു. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി കാണുമ്പോഴൊക്കെ കാല് പിടിക്കുന്ന പോലെ സംസാരിക്കാവൂ, അല്ലെങ്കിൽ എവിടുന്ന അടി വരുന്നതെന്ന് പറയാൻ പറ്റില്ല. ഒരു പ്രാവശ്യം അവരെ എതിർക്കാൻ ചെന്നില്ലേ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇനി അവർ നിങ്ങളെ ഉപദ്രവിക്കാൻ നോക്കും. അതിന് മൂർഖൻ പാമ്പിൻ്റെ സ്വഭാവമാ. സത്യഭാമ ദയനീയമായി സുശീലയെ നോക്കി. രാത്രി സെല്ലിനകത്ത് കൂനി പിടിച്ചിരിക്കുകയായിരുന്നു സത്യഭാമ. കൊതുകും ചൂടും അവരെ വീണ്ടും വീണ്ടും വരച്ചുകൊണ്ടിരുന്നു. അവസാനം നടുവേദന സഹിക്കവയ്യാതെ അവർ സെല്ലിൻ്റെ ഒരറ്റത്ത് കിടന്നുപോയി. എങ്ങനെയോ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഒന്ന് മയങ്ങി. അപ്പോഴാണ് നടുവിന് ആഞ്ഞൊരു ചവിട്ടി കിട്ടിയത്. അയ്യോ എന്ന് നിലവിളിച്ച് സത്യഭാമ ഞെട്ടി എഴുന്നേറ്റു. നോക്കിയ പെളിക്ക് കൈയും കുത്തി ചെകളം വാസന്തി നിൽക്കുന്നു. നിലത്ത് കിടന്ന സത്യഭാമയ്ക്ക് അവരെ ഒരു പർവ്വതം പോലെ തോന്നിപ്പിച്ചു. ദൈവമേ, ഇവരെന്ത് എൻ്റെ സെല്ല്! എഴുന്നേൽക്കടി! ചെകളം വാസന്തി ഒരു ചവിട്ട് കൂടി സത്യഭാമയ്ക്ക് കൊടുത്തു.
സത്യഭാമ ഒരു വിധത്തിൽ എഴുന്നേറ്റിരുന്നു. ഇപ്പോഴേ അങ്ങ് സുഖിച്ച് കിടന്നുറങ്ങുവാണോടി? ഞാൻ ഇനി മുതൽ ഈ സെല്ലിലാ കിടക്കുന്നേ. അത് ഞാൻ പോലീസുകാരോട് പ്രത്യേകം ചോദിച്ച് വാങ്ങിയതാ. മര്യാദയ്ക്ക് എൻ്റെ കാല് തിരുമ്മിത്താടി, എന്നിട്ട് നീ കിടന്നുറങ്ങിയാൽ മതി. സത്യഭാമ തരിച്ചിരുന്നു പോയി. ഈശ്വര, ചെകിളം വാസന്തിനി തൻ്റെ സെല്ലിലാണെന്നോ? അങ്ങനെയാണ് തൻ്റെ അന്ത്യം കണ്ടവർ ആരും ഉണ്ടാവില്ല. എന്താണ്ടി നോക്കിയിരിക്കുന്നത്? ഇനിയും തല്ലു വേണോ? വാസന്തി ഭീഷണിയുടെ സ്വരത്തിൽ ചോദിച്ചതും സത്യഭാമ അവരുടെ കാല് തിരുമാൻ തുടങ്ങി. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ സത്യഭാമയ്ക്ക് മടുത്തു. ഇനി ഞാൻ കിടന്നോട്ടെ വാസന്തി, എനിക്ക് വല്ലാത്ത നടുവേദനയാ. പോണിയെടുക്കടി. പിന്നെ വാസന്തി പറഞ്ഞ തെറികേട്ട് സത്യഭാമ ചെവി പൊത്തിപ്പോയി. തിരുമാനാ നിന്നോട് പറഞ്ഞത്? 1 മണിക്കൂറോളം വാസന്തിയുടെ കാല് തിരുമിയപ്പോഴേക്കും സത്യഭാമ ആകെ വശം കെട്ടിയിരുന്നു. വാസന്തിയുടെ കൂർക്കം വലി കാരണം അവർക്കന്ന് ഉറങ്ങാനേ സാധിച്ചില്ല. ശരണ്യോ ശരത്തോ തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കിയില്ലല്ലോ എന്ന് അവരോർത്തു. സത്യഭാമയുടെ കണ്ണിൽ നിന്നും നീർത്തുള്ളികൾ അടർന്നു വീണുകൊണ്ടിരുന്നു. തിങ്കളാഴ്ച രാവിലെ 10:30 കാണും. മഹാദേവൻ സിറ്റ് ഔട്ടിൻ്റെ നിദ്രയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരുന്നു. അപ്പോഴാണ് ഗായത്രി ദേവി അങ്ങോട്ട് വന്നത്. മോളിതുവരെ റെഡിയായില്ലേ? അദ്ദേഹം ഗായത്രിയോട് ചോദിച്ചു. ഞാൻ വരുവാ അച്ഛാ. കോണിപ്പടി ഇറങ്ങി വരുന്ന നിദ്രയെ കണ്ട അയാൾ ചിരിച്ചു. വേഗം വാ മോളെ, കോളേജിലേക്ക് 1/2 മണിക്കൂർ യാത്രയുണ്ട്. 11 മണി കഴിയുമ്പോൾ കാണാമെന്ന് പ്രിൻസിപ്പാളിനോട് പറഞ്ഞതാ. ദാ അച്ഛാ കഴിഞ്ഞു, സർട്ടിഫിക്കറ്റ് എടുത്ത് വെക്കുമായിരുന്നു. നിദ്ര ഗായത്രി ദേവിയുടെ അനുഗ്രഹം വാങ്ങി മഹാദേവൻ്റെ കൂടെ പോകാനൊരുങ്ങി. എന്തോ ഒരു ഭയം തോന്നുന്നുണ്ടായിരുന്നു അവൾക്ക്. മോളെന്താ ആലോചിച്ച് നിൽക്കുന്നത്? ഒന്നുമില്ല അച്ഛാ, പഠിത്തത്തിൻ്റെ ടച്ചൊക്കെ വിട്ടിട്ട് ഒരുപാട് നാളായില്ലേ. എന്താകുമെന്ന് ഓർക്കുമ്പോൾ എനിക്ക് വല്ലാത്ത ടെൻഷൻ. മോളൊന്നുകൊണ്ടും പേടിക്കേണ്ട, അച്ഛനും കൂടി ഷെയറുള്ള കോളേജാണ്. മാത്രമല്ല അവിടുത്തെ പ്രിൻസിപ്പൽ രാമചന്ദ്രൻ സാറ് അച്ഛൻ്റെ വളരെ കാലമായിട്ടുള്ള സുഹൃത്താണ്. കാര്യമെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല മോൾക്ക് 6th സെമസ്റ്റർ അല്ലേ എഴുതാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഫൈനറി ക്ലാസ്സിൽ തന്നെ ജോയിൻ ചെയ്യാം. മാത്രമല്ല നിനക്ക് എല്ലാ സബ്ജക്റ്റിനും നല്ല മാർക്കുണ്ടല്ലോ. അപ്പം ഇങ്ങനെ പേടിക്കേണ്ട യാതൊരു കാര്യവുമില്ല. പിന്നെ അവിടുത്തെ ടീച്ചേഴ്സ് എല്ലാം നിന്നെ സപ്പോർട്ട് ചെയ്യും. നിൻ്റെ മാർക്ക് ലിസ്റ്റൊക്കെ ഞാൻ രാമചന്ദ്രൻ സാറിന് ഓൾറെഡി ഫോർവേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിന്നെക്കുറിച്ച് അഭിമാനം തോന്നുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എല്ലാത്തിനും നല്ല മാർക്കുണ്ടല്ലോ മോളി നിനക്ക്. മഹാദേവൻ പറഞ്ഞത് കേട്ടപ്പോൾ നിദ്രയുടെ കണ്ണുകൾ നിറഞ്ഞു. അത് സന്തോഷം കണ്ടായിരുന്നു. ജീവിതത്തിൽ നല്ല വാക്കുകളൊന്നും ഇതുവരെ അങ്ങനെ കേട്ടിട്ടില്ല. എല്ലാം ഇവിടെ വന്നിട്ടാണ്. അവൾ സ്വയം അറിയാതെ രുദ്രനെ ഓർത്തു. ദേവേട്ടൻ്റെ അവസ്ഥ എന്താണാവോ? ആ സാറ അദ്ദേഹത്തെ സ്നേഹിക്കുമോ? കണ്ടെടുത്തോളം അവർ വളരെ സെൽഫിഷാണ്. പക്ഷേ തന്നെ വേണ്ടെന്ന് വെച്ച ഒരാൾക്ക് വേണ്ടി തനിക്കെന്താണ് ചെയ്യാൻ കഴിയുക? ഇനി എന്തായാലും താൻ ആ ജീവിതത്തിലേക്കില്ല. അത് തീരുമാനിച്ചുറപ്പിച്ചതാണ്. കരഞ്ഞും കാലുപിടിച്ചും സംരക്ഷിക്കേണ്ടതല്ലല്ലോ താലി. അത് കെട്ടിയവൻ ആവശ്യമില്ലെങ്കിൽ പിന്നെ തനിക്കെന്തിനാണ്? ഓരോന്നോർത്തിരിക്കെ കോളേജ് ഗേറ്റിൻ്റെ പടിവാതിൽക്കലെത്തിയത് നിദ്ര അറിഞ്ഞില്ല. മഹാദേവൻ കാറ് പാർക്ക് ചെയ്ത് അവളെയും കൂട്ടി പ്രിൻസിപ്പാൾ രാമചന്ദ്രൻ്റെ റൂമിലേക്ക് നടന്നു. വലിയ കോളേജ് കെട്ടിടം നോക്കി നിദ്ര അമ്പരന്ന് നിന്നു. അച്ഛൻ തന്നെ പഠിക്കാൻ ചേർക്കുന്നു എന്ന് പറഞ്ഞപ്പോഴേക്കും ഇത്രയും വലിയ സ്ഥാപനത്തിലാണെന്ന് വിചാരിച്ചിരുന്നില്ല. അവൾക്ക് വീണ്ടും ആകപ്പാടൊരു പരവശവും സംരംഭവും ഒക്കെ തോന്നി. ഇതാണെൻ്റെ നിദ്രമോള്, മഹാദേവൻ പ്രിൻസിപ്പാൾ രാമചന്ദ്രൻ സാറിനെ നോക്കി പറഞ്ഞു. അദ്ദേഹം ഹൃദ്യമായ പുഞ്ചിരിയോടെ അവളെ നോക്കി. കുട്ടിയിരിക്കൂ. ഇരിക്കുമോളെ, മഹാദേവനും പറഞ്ഞപ്പോൾ നിദ്രയിരുന്നു. മോള് കുറച്ച് നാളായാലും കോളേജിലോട്ടൊക്കെ വന്നിട്ട് അതിൻ്റെ ഒരു ടെൻഷനുണ്ട് അവൾക്ക്. മഹാദേവൻ രാമചന്ദ്രൻ സാറിനെ നിദ്രയുടെ മാനസികാവസ്ഥ പറഞ്ഞു കൊടുത്തു. സാർ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, കുട്ടിക്ക് ഇവിടെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. പ്രിൻസിപ്പാൾ രാമചന്ദ്രൻ ഉറപ്പ് കൊടുക്കുകയും അതുപോലെ മഹാദേവനോട് പറഞ്ഞു. അത് കേട്ട് മഹാദേവൻ നിദ്രയ്ക്ക് ഒരുപോലെ ആശ്വാസം തോന്നി. അപ്പം നാളെ മുതൽ ഞാൻ മോളെ ഇങ്ങോട്ടേക്ക് അയക്കുകയാണ് കേട്ടോ. ആയിക്കോട്ടെ, അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് പൂർത്തിയായ നിലയ്ക്ക് നാളെ മുതൽ ജോയിൻ ചെയ്തോളൂ. അങ്ങനെ നിദ്ര അവിടെ BCA 2ാം വർഷം ജോയിൻ ചെയ്യാൻ തീരുമാനമായി. തിരിച്ചുള്ള യാത്രക്കിടയിൽ അവൾ വളരെ സന്തോഷവതിയായിരുന്നു. മോളെ, അച്ഛൻ കൊണ്ടുപോയി രാവിലെ കോളേജിൽ വിടാം. വൈകുന്നേരം അച്ഛനുണ്ടാകില്ല, വരുമ്പോൾ വൈകും. കാറയക്കാം. ഞാൻ ബസ് പിടിച്ച് വന്നോളാം അച്ഛാ, അതൊന്നും പ്രശ്നമില്ല. അച്ഛൻ എന്തിനാ വെറുതെ ബുദ്ധിമുട്ടുന്നത്? ബുദ്ധിമുട്ടോ? ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടാണോ മോളെ? പക്ഷെ ഒരു കാര്യമുണ്ട്, എല്ലാ കാലത്തും അച്ഛൻ നിന്നെ ഇങ്ങനെ കൊണ്ടുപോയി ആക്കാൻ പോകുന്നില്ല. നീ കാർ ഓടിക്കാൻ പഠിക്കണം. അയ്യോ, ഞാനോ? നിദ്ര പരിഭ്രമിച്ചു.
എന്നെക്കൊണ്ട് അതിനൊന്നും കഴിയില്ല. എനിക്ക് റോഡ് ക്രോസ് ചെയ്യാൻ തന്നെ പേടിയാ. അത് കേട്ട് മഹാദേവൻ ചിരിച്ചു. നീ എൻ്റെ മോളല്ലേ, നിന്നെക്കൊണ്ട് കഴിയാത്തത് ഇനി ഒന്നുമില്ല. നിനക്ക് സൈക്കിൾ ബാലൻസ് ഉണ്ടോ? അതുണ്ട്, കുഞ്ഞിലേ ഓടിച്ചിട്ടുണ്ട്. പക്ഷേ അതുപോലെ ഇപ്പോൾ മറന്ന മട്ടാണ്. അതൊന്നും കുഴപ്പമില്ല, ഡ്രൈവിംഗ് ഒക്കെ ഈസിയായി പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് കോളേജിൽ വന്നിട്ട് കുറച്ച് സമയം അതുകൂടി പഠിക്കാൻ പറ്റുമോ എന്ന് നോക്കാം. മാത്രമല്ല മുടങ്ങിപ്പോയി നിന്റെ സംഗീത പഠനവും ഇനി പൊടി തട്ടിയെടുക്കണം. നിദ്രാംബരപ്പോടെ മഹാദേവനെ നോക്കി. ഇതൊക്കെ അച്ഛനെങ്ങനെയാ അറിഞ്ഞത്? ഞാൻ +2 മുന്നേ കുറച്ചു കാലം ഒരു ടീച്ചറുടെ അടുത്ത് പാട്ട് പഠിക്കാൻ പോയെന്നേ ഉള്ളൂ. അതൊക്കെ അച്ഛൻ അറിഞ്ഞു കുട്ടി. അന്വേഷിച്ചാലാണല്ലോ ഇതൊക്കെ അറിയാൻ പ്രയാസം. ഇനി വെറുതെ ഇരിക്കാനേ പാടില്ല. വിദ്യാഭ്യാസത്തിനൊപ്പം സ്വന്തം കഴിവുകൾ കൂടി പരിപോഷിപ്പിക്കണം. നിദ്ര ആശ്ചര്യത്തോടെ തലകുലുക്കി. എങ്ങോട്ടൊക്കെയാണ് ജീവിതം തന്നെ വഴിതിരിച്ചു വിടുന്നതെന്ന് ഓർത്തപ്പോൾ അവൾക്ക് അത്ഭുതം തോന്നി. രുദ്രൻ ട്രിവാൻഡ്രത്തുള്ള ഷൂട്ടിംഗ് സെറ്റിലായിരുന്നു. കുറേ ദിവസങ്ങൾ അവൻ കോണ്ടാക്ട്സ് ഒന്നുമില്ലാതെ ഫ്ലാറ്റിൽ തന്നെ കഴിച്ചുകൂട്ടി. അവസാനം സംവിധായകൻ്റെ കോളുകൾ കൂടിക്കൂടി വന്നപ്പോൾ താൻ ഷൂട്ടിങ്ങിന് എത്താമെന്ന് അവൻ സമ്മതിക്കുകയായിരുന്നു. ഷൂട്ടിങ്ങിൽ മുഴുകി രുദ്രൻ വേദനിപ്പിക്കുന്ന എല്ലാ സംഭവ വികാസങ്ങളും മറക്കാൻ ശ്രമിച്ചു. പ്രശസ്ത സംവിധായകൻ രവിചന്ദ്രൻ ഡയറക്റ്റ് ചെയ്യുന്ന മഴ തോരും മുൻപേ എന്നൊരു കുടുംബ സിനിമയിലായിരുന്നു രുദ്രൻ ആ സമയത്ത് അഭിനയിച്ചുകൊണ്ടിരുന്നത്. നടി മനീഷയാണ് രുദ്രൻ്റെ പേരായി അതിൽ ആക്ട് ചെയ്യുന്നത്. രവിചന്ദ്രൻ്റെ സിനിമ അന്നത്തെ എല്ലാ സൂപ്പർ സ്റ്റാറുകളുടെയും സ്വപ്നമായിരുന്നു. രുദ്രൻ്റെ അദ്ദേഹത്തോടൊപ്പമുള്ള ആദ്യ സിനിമയാണിത്. അടുത്തത് ദേവികിരണും പാർവതിയും തമ്മിലുള്ളൊരു സംഭാഷണമാണ്. ഡയറക്ടർ പറഞ്ഞു കൊടുത്തു. അതിൽ രുദ്രൻ അഭിനയിക്കുന്ന ക്യാരക്ടറിൻ്റെ പേര് ദേവകിരണൻ എന്നായിരുന്നു. മനീഷ രുദ്രൻ്റെ ഭാര്യയായ പാർവതിയായി വേഷമിടുന്നു. അസിസ്റ്റൻ്റ് ഇരുവർക്കും ഡയലോഗ് പറഞ്ഞു കൊടുത്തു. ഓക്കെ റെഡി? ഡയറക്ടർ ചോദിച്ചു. റെഡി, രുദ്രൻ മറുപടി പറഞ്ഞു. ആദ്യത്തെ ഡയലോഗ് മനീഷയുടെ ആയിരുന്നു. ക്യാമറ സ്റ്റാർട്ടായതും അവൾ രുദ്രനെ നോക്കി അത് പറയാൻ തുടങ്ങി. ഇതാ നിങ്ങൾ കെട്ടിയ ഈ താലി ഞാൻ പൊട്ടിച്ചെറിയുകയാണ്. നമ്മുടെ വിവാഹം കഴിഞ്ഞതിന് ശേഷം എന്ത് നീതിയാണ് നിങ്ങൾ എന്നോട് കാണിച്ചിട്ടുള്ളത്? എന്നും നിങ്ങൾ എന്നെ കരയിപ്പിച്ചിട്ടേ ഉള്ളൂ, വേദനിപ്പിച്ചിട്ടേ ഉള്ളൂ. എന്നിലെ സ്ത്രീയെ നിങ്ങൾ അത്രമാത്രം അപമാനിച്ചില്ലേ? ഇത്രയും ക്രൂരനായിരുന്നോ നിങ്ങൾ? മനീഷയുടെ ആ ഡയലോഗ് രുദ്രൻ്റെ ഹൃദയത്തിലാണ് തുളച്ചു കയറിയത്. ഒരു നിമിഷത്തേക്ക് അവൻ മനീഷയുടെ സ്ഥാനത്ത് നിദ്രയാണ് കണ്ടത്. അവൻ്റെ കണ്ണുകൾ നിറയുകയും നെഞ്ചു വേദനിക്കുകയും ചെയ്തു. അടുത്ത ഡയലോഗ് പറയാതെ അവൻ അവിടെ നിശ്ചലമായി നിന്നുപോയി. എന്തു പറ്റി രുദ്ര? ഡയറക്ടർ വിളിച്ചു ചോദിച്ചു. രുദ്രൻ പെട്ടെന്ന് തലകുടഞ്ഞു. മനീഷ അവനെ സംശയത്തോടെ നോക്കി. സോറി സർ, ഐ നീഡ് ബ്രേക്ക്. രുദ്രൻ പെട്ടെന്ന് പറഞ്ഞു. ഓക്കെ, ലെറ്റ്സ് ടേക്ക് എ ബ്രേക്ക്. ഡയറക്ടർ അനൗൺസ് ചെയ്തതും എല്ലാവരും വിശ്രമത്തിനായി പോയി. രുദ്രൻ തൻ്റെ ക്യാരവാനിലേക്ക് തിരിയുമ്പോഴാണ് മൊബൈൽ അടിച്ചത്. അവനെടുത്ത് നോക്കിയപ്പോൾ സാറയുടെ നമ്പർ തെളിഞ്ഞു കണ്ടു. രുദ്രൻ്റെ നെഞ്ചിൽ ക്രോധം പുതഞ്ഞു. ഈ ദിവസങ്ങളിൽ അവൾ അവനെ ഒരുപാട് തവണ വിളിച്ചു നോക്കിയിരുന്നു. പക്ഷേ അവൻ ഫോൺ എടുക്കാൻ കൂട്ടാക്കിയില്ല. വിളികൾ മുറുകുമ്പോൾ അവൻ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്തു വെച്ചു. ഇക്കുറി പക്ഷേ രുദ്രൻ ഫോൺ എടുത്തു. ഹലോ രുദ്ര, നീ എവിടെയാ? ഞാൻ എത്ര തവണ വിളിച്ചു നിന്നെ? ഞാൻ ഫ്ലാറ്റിൽ വന്നിട്ട് പോലും വാതിൽ പൂട്ടിയിരുന്നല്ലോ. എത്ര തവണ കോളിംഗ് ബെല്ലടിച്ചിട്ടും തുറക്കാൻ തയ്യാറായില്ല. നിനക്കെന്താ രുദ്ര പറ്റിയത്? ഇത്രയും നിന്നെ സ്നേഹിച്ചതിന് ഇങ്ങനെയാണോ നീ പ്രതിഫലം തരുന്നത്? സാറ കുറേ കാര്യങ്ങൾ ഒറ്റ ശ്വാസത്തിൽ ചോദിച്ചു. രുദ്രൻ അവളെ കൊല്ലാനുള്ള ദേഷ്യം തോന്നി. എങ്കിലും അവൻ സ്വയം നിയന്ത്രിച്ചു. സോറി മോളെ, ഞാൻ കുറച്ച് തിരക്കിലായി പോയി. അവൻ്റെ സൗമ്യമായ സ്വരം മോളെ എന്നുള്ള വിളിയേട്ട് സാറ ഒന്ന് തണുത്തു. നമുക്കിന്ന് വൈകുന്നേരം കാണാൻ കേട്ടോ. നീ ഫ്ലാറ്റിലേക്ക് വന്നാൽ മതി. ഞാനിപ്പോൾ ഷൂട്ടിംഗ് സെറ്റില്ല. ഓക്കെ? ആ ഓക്കേടാ, ഞാൻ വരാം. സാറ വർദ്ധിച്ച സന്തോഷത്തോടെ പറഞ്ഞു. രുദ്രൻ പല്ലഞ്ഞെരിച്ചുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു. നീ വാടി, നിനക്കുള്ള ശിക്ഷ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. അന്ന് രാത്രി സാറ രുദ്രൻ്റെ ഫ്ലാറ്റിലെത്തി. അന്ന് അവൻ്റെ കൂടെ സ്റ്റേ ചെയ്യാൻ വേണ്ടി മനഃപൂർവ്വം വൈകിയാണ് അവൾ ചെന്നത്. രുദ്രൻ ഇപ്പോൾ സിനിമാ ഫീൽഡിൽ വെച്ചടി കയറ്റമാണ്. ഇനി ഒരിക്കലും അവനെ നഷ്ടപ്പെടുത്തിക്കൂടാ. ഓരോ നിമിഷവും താൻ അവൻ്റെ കൂടെ ഉണ്ടാവണം. ആ നിദ്രയെങ്ങാനും അവൻ്റെ മനസ്സിലോട്ട് ഇടിച്ചു കയറിയാൽ തീർന്നു. സാറ കണക്ക് കൂട്ടി. സാറ കോളിംഗ് ബെല്ലടിച്ചതും കുറച്ചു നേരത്തിനുള്ളിൽ വാതിൽ തുറക്കപ്പെട്ടു. പ്രതീക്ഷിച്ചിരുന്നത് പോലെ രുദ്രൻ ഹൃദ്യമായ പുഞ്ചിരിയോടെ അവളെ സ്വീകരിച്ചു. ഐ റിയലി മിസ് യു. വശ്യമായ ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവൾ രുദ്രൻ്റെ മാറിലേക്ക് ചാഞ്ഞു. രുദ്രന് ദേഹത്ത് കൂടി പുഴു ഇഴയുന്നത് പോലെ ഒരു അനുഭവം തോന്നി. എങ്കിലും അവൻ ആ ഫീൽ കടിച്ചമർത്തി. പക്ഷേ അവൻ്റെ കൈകൾ തിരികെ അവളെ പുണർന്നില്ല.
1-2 നിമിഷത്തിന് ശേഷം അവൻ അവളെ തൻ്റെ ദേഹത്ത് നിന്ന് അടർത്തി മാറ്റി. ഇത്രയും ദിവസം നിനക്ക് എന്തു പറ്റിയതാണ് രുദ്ര? നീ എനിക്ക് മുഖം കൂടി തരുന്നുണ്ടായിരുന്നില്ലല്ലോ. ഞാൻ പുതിയ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് സാറ. അതൊക്കെ ഒന്ന് ഓക്കെ ആക്കാൻ എനിക്ക് ടൈം വേണമായിരുന്നു. എന്ത് തീരുമാനങ്ങൾ? സാർ അത്ഭുതം ഭാവിച്ച് ചോദിച്ചു. അത് മറ്റൊന്നുമല്ല സാറ, ഞാൻ ആലോചിച്ചപ്പോൾ എന്തിനാണ് എൻ്റെ അച്ഛൻ്റെ സ്വത്തുക്കൾ നിദ്രയ്ക്ക് കൊടുക്കുന്നത്? ലൈഫിൽ എനിക്ക് കിട്ടേണ്ട സൗഭാഗ്യങ്ങൾ അവൾക്ക് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. സാറയുടെ കണ്ണുകൾ വല്ലാതെ തിളങ്ങി. അതാണ് രുദ്ര ഞാനും പറയുന്നത്. നീ എന്തിനാണ് അവൾക്ക് ഇത്രയും പ്രോപ്പർട്ടീസ് വെറുതെ കൊടുക്കുന്നത്? നിനക്ക് അവളോടുള്ള സഹതാപമുണ്ടെന്നുള്ളത് ശരി തന്നെ. അത് 1-2 ലക്ഷം രൂപ കൊടുത്ത് ഒതുക്കാവുന്ന കേസാണ്. അവൾക്കൊരു സഹായം തന്നെ വലിയ കാര്യമായിരിക്കും. അല്ലാതെ സ്വത്തുക്കളൊന്നും എഴുതി കൊടുക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. അതെ, അതാണ് ഞാനും വിചാരിക്കുന്നത്. രുദ്രൻ കുറുകിയ കണ്ണുകളോടെ സാറയെ നോക്കി. പക്ഷെ അവൾ അവിടെ നിൽക്കുന്നിടത്തോളം കാലം അത് എളുപ്പമല്ല രുദ്ര. അവളെ അവിടെ നിന്ന് ഇറക്കി വിടണം. അല്ലെങ്കിൽ തന്നെ എന്തിനാണ് നിന്റെ അച്ഛനും അമ്മയും അവളെ അവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്? ഇങ്ങനെയുള്ളവർക്ക് വേണ്ടി എന്തുമാത്രം അനാഥാലയങ്ങളാണ് ഉള്ളത്. അതുമല്ലെങ്കിൽ അവൾ വല്ല ഹോസ്റ്റലിലും നിൽക്കട്ടെ. അയാളുടെ യോഗ്യതനുസരിച്ച് ഏതെങ്കിലും ഒരു തുണിക്കടയിലോ അല്ലെങ്കിൽ വലിയ വീട്ടിലോ ജോലിക്കാരിയായിട്ട് നിൽക്കാൻ പറ്റില്ലേ? അങ്ങനെ അവൾ ജീവിക്കട്ടെ. അല്ലാതെ ഉള്ള കാലവും നിന്റെ അച്ഛനും അമ്മയ്ക്കും അവളെ നോക്കാൻ പറ്റുമോ? മാത്രമല്ല, നമ്മുടെ വിവാഹം കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് പോകേണ്ടി വരില്ലേ? അപ്പോൾ ഇവളെ അവിടെ നിന്ന ആളുകൾ എന്തു പറയും? രുദ്രന് സാറയെ കൊല്ലാനുള്ള ദേഷ്യം തോന്നുന്നുണ്ടായിരുന്നു. നിദ്രയെക്കുറിച്ച് പറഞ്ഞ ഓരോ വാക്കിനും അവൾക്ക് അടി കൊടുക്കാനുള്ള ത്വര അവൻ കഷ്ടപ്പെട്ട് അടക്കി വെച്ചു. നീ കരുതുന്ന പോലെയല്ല സാറ കാര്യങ്ങൾ. ഞാൻ അച്ഛനും അമ്മയുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. നിദ്ര അവരുടെ ആരുമല്ലെന്ന് ബോധ്യപ്പെടുത്താൻ ഞാൻ ശ്രമിച്ചു. അതിൽ ഞാൻ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അച്ഛൻ പറയുന്നത് പെട്ടെന്ന് അവളെ ഇറക്കി വിടാൻ ബുദ്ധിമുട്ടാണെന്നാണ്. കുറച്ച് ദിവസം കൂടി നിർത്തിയിട്ട് അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് പറഞ്ഞു വിടാമെന്നാണ് അച്ഛൻ്റെ ഉദ്ദേശം. അമ്മയും അതാണ് പറയുന്നത്. അവൾ എനിക്കെതിരെ മീഡിയയെ സമീപിക്കരുത്. ഈ ഇഷ്യൂ ഒന്നും പബ്ലിക് അറിയാൻ പാടില്ല. കുറച്ച് ദിവസം എന്ന് വെച്ചാൽ 2-3 മാസങ്ങൾ അത്രയേ ഉള്ളൂ. അപ്പോഴേക്കും നമ്മുടെ മാരേജ് കഴിയുമല്ലോ. അവൻ പറഞ്ഞ കാര്യം കേട്ട് സാറയ്ക്ക് വലിയ ആഹ്ലാദം തോന്നി. 2-3 മാസങ്ങളല്ലേ, അത് കുഴപ്പമില്ല. അത്രയും നാൾ അവൾ അവിടെ നിന്നോട്ടെ. തനിക്ക് അവളുടെ മുന്നിലേക്ക് രുദ്രൻ്റെ കയ്യും പിടിച്ച് കയറി ചെല്ലണം. അത് കണ്ടിട്ട് അവൾ ഹൃദയം പൊട്ടി അവിടെ നിന്ന് ഇറങ്ങി പോവണം. അല്ലെങ്കിൽ താനും രുദ്രനും കൂടി തന്നെ അവളെ അവിടെ നിന്ന് അടിച്ചിറക്കും. ആ രംഗം സങ്കല്പിച്ച് സാറ ക്രൂരമായി പുഞ്ചിരിച്ചു. സാറ സ്വപ്നലോകത്ത് സഞ്ചരിക്കുന്നത് കണ്ട് രുദ്രൻ ഉള്ളിൽ ചിരിച്ചു. പിന്നെ സാറ, നെക്സ്റ്റ് മന്ത് തന്നെ നമ്മുടെ കല്യാണം നടക്കണം. സാറ അത്ഭുതപ്പെട്ടു പോയി. കല്യാണമോ? നീ കാര്യമായിട്ട് പറയുന്നതാണോ രുദ്ര? അതെ സാറ, തമാശ പറയാനുള്ള കാര്യമല്ലല്ലോ ഇത്. എനിക്കിനി നിന്നെ പിരിഞ്ഞിരിക്കാനൊന്നും വയ്യ. പക്ഷെ രുദ്ര, നിദ്രയുമായി നിന്റെ ഡിവോഴ്സ് നടക്കണ്ടേ? രുദ്രൻ ചിരിച്ചു. നിനക്കറിയാത്തൊരു കാര്യമുണ്ട് സാറ. നിദ്രയുടെ കഴുത്തിൽ ഞാൻ ജസ്റ്റ് താലി കെട്ടിയെന്നേ ഉള്ളൂ. പക്ഷെ അത് ലീഗലി രജിസ്റ്റർ ചെയ്തിട്ടില്ല. ആ സമയത്ത് ഞാൻ എൻ്റെ പാരൻസിനെ സുന്ദരമായിട്ട് പറ്റിക്കുകയായിരുന്നു. നിദ്രയ്ക്കും അറിയാം. അതുകൊണ്ട് നിദ്രയുമായിട്ടുള്ള ഡിവോഴ്സ് എന്നുള്ളൊരു പ്രശ്നമേ ഉദിക്കുന്നില്ല. രുദ്രൻ സമർത്ഥമായി പറഞ്ഞ കള്ളം കേട്ടപാടെ സാറയ്ക്കൊന്ന് തുള്ളി ചാടണമെന്ന് തോന്നി. സത്യമാണോ രുദ്ര നീ പറയുന്നത്? എനിക്ക് സന്തോഷം സഹിക്കാൻ വയ്യ. എന്തിനായിരുന്നു എൻ്റെ മുന്നിലുള്ള അവളുടെ അഹങ്കാരം? ഇത്രയൊക്കെ കാര്യങ്ങൾ ഉണ്ടായിട്ടാണ് അവൾ ഇത്രയും കാണിച്ചത്. ഞാൻ പറഞ്ഞു വരുന്നത് അടുത്ത മാസം തന്നെ നമുക്ക് മീഡിയാസ് അറിഞ്ഞ് കല്യാണം കഴിക്കാമെന്നാണ്. നമുക്കതിന് വമ്പൻ പബ്ലിസിറ്റിയും കൊടുക്കണം. ഇനി നമ്മുടെ ലൈഫ് നോക്കണം. രുദ്രൻ പറഞ്ഞത് കേട്ട് സാറ വീണ്ടും ആഹ്ലാദ തിമിർപ്പിലെത്തി. നമുക്കിതൊന്ന് അടിച്ച് പൊളിച്ച് ആഘോഷിക്കണം രുദ്ര. എനിക്കിപ്പോൾ നിൻ്റെ കൂടെ ഒരു ഡിലീഷ്യസ് ഡിന്നർ കഴിക്കാനുള്ള മൂഡാണ്. ഇനിയിപ്പോൾ ഞാൻ തിരിച്ചു പോകുന്നില്ല. ഇത്രയും രാത്രിയായില്ലേ? അയ്യോ, വെരി സോറി സാറ. നമ്മുടെ ഡയറക്ടർ വിവേക് ചന്ദ്രൻ എന്നെ വിളിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു പുതിയ പടം ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചിട്ട് അടുത്ത മാസം തുടങ്ങും. അതേക്കുറിച്ച് അത്യാവശ്യമായി ഡിസ്കസ് ചെയ്യണം. പക്ഷെ എന്തു ചെയ്യാനാ? രാത്രി മുഴുക്കെ അദ്ദേഹം ഷൂട്ടിലാണ്. 11 മണി സൈറ്റിൽ ചെന്ന് കാണാമോ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. ഞാൻ ഓക്കെ പറയുകയും ചെയ്തു. സാറയുടെ മുഖം പെട്ടെന്ന് മങ്ങി. അതെന്തിനാ? നീ ഇത്രയും സ്റ്റാർ വാല്യൂ ഉള്ള നടനല്ലേ? ഒരു ഡയറക്ടറൊക്കെ അങ്ങോട്ട് പോയി കാണേണ്ട കാര്യം എന്താ നിനക്ക്? വിവേക് ചന്ദ്രൻ നീ അങ്ങനെ കുറച്ച് കാണല്ലേ സാറ? ഈ വർഷത്തെ വിജയത്തിൽ ചിത്രങ്ങളിൽ 3 അയാളുടേതാണ്. തൊട്ടതെല്ലാം പൊന്നാക്കിയ ഡയറക്ടർ. അങ്ങോട്ട് പോയി കണ്ടു എന്ന് കരുതി ഒരു നഷ്ടവും എനിക്ക് വരാനില്ല. മാത്രമല്ല, അദ്ദേഹം ഷൂട്ടിംഗ് സെറ്റിലാണെന്ന് പറഞ്ഞപ്പോൾ ഞാനാണ് അങ്ങോട്ട് ചെന്ന് കാണാമെന്ന് പറഞ്ഞത്. സാർ അപ്പോഴും പരിഭവത്തോടെ നിന്നു.
അല്ല സാറാ, നീയല്ലേ പറയാറുള്ളത് എനിക്ക് ശ്രദ്ധയില്ലാത്തത് കൊണ്ടാണ് ഒരിക്കൽ സിനിമയിൽ അവസരങ്ങൾ കുറഞ്ഞതെന്ന്. ഇപ്പം ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ നിനക്ക് ദേഷ്യമായോ? ഇതെല്ലാം നമുക്ക് ജനിക്കാനിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കും വേണ്ടിയല്ലേ മോളെ. നീ എന്നെ ഒന്ന് മനസ്സിലാക്ക്. രുദ്രൻ ആർദ്രമായ സ്വരത്തിൽ പറഞ്ഞപ്പോൾ സാറ അതിൽ വീണുപോയി. നീ പറയുന്നത് ശരിയാ രുദ്ര, ഞാൻ ഇന്ന് ഫ്ലാറ്റിലേക്ക് തിരിച്ചു പോയിക്കോളാം, നീ പോയിട്ട് വാ. അവൾ മനസ്സോടെ പറഞ്ഞു. ദാറ്റ്സ് മൈ ഗേൾ. രുദ്രൻ ചിരിച്ചു. മനസ്സോടെ അകന്നു പോകുന്ന സാറയെ നോക്കി അവൻ പല്ലു ഞെരിച്ചു. എന്നോടും എൻ്റെ നിദ്രയോടും ചെയ്തതിനോടെല്ലാം ഞാൻ നിന്നോട് പകരം വീട്ടുമടി. നിന്നെ ഞാൻ വെറുതെ വിടില്ല.